വേദിയിൽ ഇരിക്കുന്ന മെമ്പർ, ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ കുടുംബാംഗങ്ങളെ, വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ചേട്ടനോടും മെമ്പറോടും ഒക്കെ സംസാരിച്ചൊരു കാര്യം, ഇന്ന് ഇങ്ങനൊരു കാഴ്ച കാണാൻ കഴിയുന്ന ഒന്നല്ല. കാരണം പല കുടുംബ ബന്ധങ്ങളും ഇന്ന് അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ വലിയൊരു കുടുംബ സംഗമം നടത്തിക്കൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു നിന്ന് നമ്മുടെ ബന്ധങ്ങളെയൊക്കെ തിരിച്ചറിയാനുള്ള ഒരവസരം ഉണ്ടാക്കി തരുന്നൊരു വേദി എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനൊരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങാൻ മനസ്സ് കാണിച്ച ആരാണോ ആ വ്യക്തിക്ക് ആദ്യമേ തന്നെ നമ്മൾ അഭിനന്ദനം അറിയിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനൊരു ആശയം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നായിരിക്കും ആദ്യം ഉണ്ടാകുന്നത്. ആ ആശയങ്ങളാണ് പിന്നീട് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിന് ഇരട്ടി പ്രകാശത്തോടു കൂടി തന്നെ അത് നമ്മളിലേക്ക് എത്തുന്നത്. ഞാൻ ഈ അടുത്ത നാളിൽ ഇങ്ങനെ അനുഭവങ്ങളുടെ ഭാഗമായിട്ടൊക്കെ അറിയാനിടയായ ഒരു കാര്യം, പലർക്കും പലരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനാണെങ്കിൽ പോലും കയറി വിളിച്ചു പോകുന്നത് ചില ആളുകളെയൊക്കെ ചേട്ട എന്ന് വിളിക്കും. പക്ഷേ സ്ഥാനം കൊണ്ട് അച്ഛന് തുല്യമായ ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ എനിക്കറിയില്ല, കാരണം ഞാനങ്ങനെ ആ വ്യക്തിയെ പരിചയപ്പെടേണ്ട ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകില്ല. കൊച്ചിച്ചൻ്റെ സ്ഥാനം അലങ്കരിക്കുന്ന ആളെ ചേട്ടാ എന്ന് കയറി വിളിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. കാരണം കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ഇവിടെ എത്തി ഇങ്ങനൊരു കാര്യം നടത്താൻ ആഗ്രഹിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൻ്റെയൊക്കെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങളെയൊക്കെ കൂടുതൽ ദൃഢതയുള്ളവരാക്കി മാറ്റാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഒരു ചങ്ങല പോലെയാണ് നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ. ചങ്ങല എല്ലാ കണ്ണികളും വളരെ ദൃഢതയോടുകൂടി നിന്നു കഴിഞ്ഞാൽ വളരെ ശക്തമായ ഒന്നായി അത് മാറും. മറിച്ച് അതിലൊരു കണ്ണിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ആ ചങ്ങലയുടെ ശക്തി കുറയും. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു മനസ്സോടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ കുടുംബത്തെ കൈപിടിച്ച് കരകയറ്റി നിങ്ങൾ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ ഒരുങ്ങുമ്പോഴാണ് നിങ്ങളുടെ കുടുംബം ശക്തമാകുന്നത്. കുടുംബ ബന്ധങ്ങളുടെ ഇത്രയും വലിയൊരു ദൃഢത ഉണ്ടാകുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരിലൂടെ വേണം നിങ്ങളിനി ഒരു വലിയൊരു പ്രകാശമായിട്ട് വട്ടത്ര കുടുംബത്തിലെ അംഗമാണ് ഞാൻ എന്ന് അല്ലെങ്കിൽ അവൻ എന്ന് പറയാൻ കഴിയുന്നിടത്താണ് ഇതിൻ്റെ ഒരു ശക്തി കിടക്കുന്നത്. ലോകത്തിലേക്ക് നെറുകയിലേക്ക് അറിയപ്പെടുന്ന തലത്തിലേക്കൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നടന്നു കയറുമ്പോൾ ആ കുട്ടി ആരാണ്, ആ കുട്ടി ഈ ആരുടെ മകനാണ് എന്നൊക്കെ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയും. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമാണ് അവനെന്നുള്ളത്. അത്തരത്തിൽ ആ കുടുംബ ബന്ധങ്ങളെയെല്ലാം ദൃഢമാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നു. ഞാൻ ഈ അടുത്ത നാളിൽ വായിച്ചൊരു കാര്യമാണ്. അതായത് ഒരു വീടിന്റെ മുറ്റത്ത് കൂടി ഒരാൾ നടന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ കാലിലേക്ക് നോക്കിയപ്പോൾ കാലിൽ ലെതറിന്റെ ഒരു ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് ദൂരം അദ്ദേഹം നടന്ന് വേറൊരു വീടിന്റെ മുറ്റത്ത് കൂടി, ഇപ്പൊ അത്രയും ഇടവഴികളില്ലെന്ന് തോന്നുന്നു, പണ്ട് അങ്ങനെ നടക്കാനൊരു വഴി ഉണ്ടായിരുന്നു. നടന്നു പോകുന്നതിനിടയിൽ ഭയങ്കരമായിട്ട് മഴ പെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ കിടക്കുന്ന മനോഹരമായ ആ ലെതറിന്റെ ചെരുപ്പ് നനയുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ആ ചെരുപ്പ് തൊട്ടടുത്ത വീട്ടിൽ ചോദിച്ചു, ചേച്ചി ഞാൻ ഈ ചെരുപ്പൊന്ന് ഈ വീടിന്റെ വരാന്തയിൽ ഒന്ന് വെച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞത്, അതിനെന്താ, ഈ വരാന്തയിൽ വെച്ചോളൂ, മഴ മാറിയിട്ട് നിങ്ങൾക്ക് നടന്നു പോകാമല്ലോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടി ആ ചെരുപ്പ് അവിടെ വെക്കാൻ അനുവാദം കൊടുത്ത് അവിടെ നിന്നു. കുറച്ച് സമയത്തിന് ശേഷം മഴ കഴിഞ്ഞ് ആ ചേട്ടൻ നടന്നങ്ങ് പോയി.
കുറച്ച് നേരം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു മൃതശരീരവുമായിട്ട് കുറെ ആളുകൾ ആ വഴിയിലൂടെ നടന്നു വന്നു. വീണ്ടും ഇതേ മഴ പിന്നെയും പെയ്തു. ആ സമയത്ത് ആ വീടിന്റെ വരാന്തയിലേക്ക് ഇവർ ഓടിക്കേറി നനയാതിരിക്കാൻ ചെന്ന് ചോദിച്ചു, ചേച്ചി ഈ മൃതശരീരം ഞാനൊന്ന് ഈ വീടിന്റെ വരാന്തയിൽ ഒന്ന് വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞത്, ഈ വീടിന്റെ വരാന്തയിൽ പോയിട്ട് ഈ വീടിന്റെ വേലിക്കകത്ത് പോലും ആ മൃതശരീരം കയറ്റാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവരെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ചെരുപ്പിന് കൊടുക്കുന്ന ഒരു പരിഗണന പോലും ആ ചെരുപ്പ് ഒന്ന് വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അനുവാദം കൊടുത്ത അതേ വീട്ടിലെ ചേച്ചി തന്നെയാണ് മനുഷ്യ ശരീരത്തിന് പോലും വില കൽപ്പിക്കാത്ത അവിടെ കയറ്റി വെക്കരുത് എന്ന് പറഞ്ഞത്. അങ്ങനൊരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള കുടുംബ സംഗമങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് മുന്നോട്ട് കടന്നു പോവുകയാണ്. വളരെയേറെ മുന്നോട്ട് നടന്ന് നമ്മൾ നീങ്ങുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കൂടുതലായിട്ട് ഓർക്കണം. ഞാൻ എവിടെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാൻ പോയാലും ഞാൻ ആദ്യം പറയുന്നൊരു കാര്യം, നിങ്ങൾ കുട്ടികളെ വേണം കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരാനായിട്ട്. നിങ്ങളുടെയൊക്കെ ജീവിതം നിങ്ങളൊരു നല്ല രീതിയിലൊക്കെ ആസ്വദിച്ചവരാണ്. ഇനി അവരെ ലോകത്തിന്റെ നെറുകയിലൂടെ നടക്കാൻ പഠിപ്പിക്കണം. കാരണം നമുക്കറിയാം, ലോകം മുഴുവൻ ഒരു പർവ്വതാനി വിരിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊന്നും നിങ്ങൾക്ക് ഒരിക്കലും നടത്താൻ സാധ്യമല്ല. അവർ നടന്നു പോകുന്ന വഴിയിൽ കാലിൽ മുള്ളു കൊള്ളാതിരിക്കാൻ അവിടെ പർവ്വതാനിയൊന്നും വിരിച്ചു കൊടുത്ത് നിങ്ങൾക്ക് നടത്താൻ കഴിയില്ല. പക്ഷേ അവരുടെ കാലിൽ മനോഹരമായ ഒരു ചെരുപ്പ് മേടിച്ചിട്ട് കൊടുത്ത് ഈ ലോകത്തിന്റെ നെറുകയിലൂടെ അവരെ നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് ആ ചെരുപ്പും ഇട്ടുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അവർ ലോകത്തിന്റെ നെറുകയിലൂടെ നടക്കും. അങ്ങനെ നടന്ന് അറിയപ്പെടുന്ന വലിയ വലിയ ആളുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മാറണം. എല്ലാവരും ഡോക്ടറാകാനും എഞ്ചിനീയർ ആകാനും കളക്ടറാകാനും IPS ഉദ്യോഗസ്ഥരാകാനും ഒക്കെ ഓടി മത്സരിച്ച് നടക്കുന്ന ഈ ലോകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരാകണം എന്നുള്ള അവകാശം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് നൽകണം. പല സ്ഥലത്തും ക്ലാസ്സിൽ ചെല്ലുമ്പോൾ മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും ഒക്കെയാണ്. ഇന്ന് നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒരു വേലി കെട്ടാനോ അല്ലെങ്കിൽ ഒരു കിണർ കുത്താനോ അല്ലെങ്കിൽ ഒരു മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഇന്ന് ഒരാളെ കിട്ടാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ മകൻ നാളെ വേലി കെട്ടാൻ പോകണമെന്നോ കിണർ കുത്താൻ പോകണമെന്നോ ഒന്നുമല്ല. ഈ ലോകത്ത് നമുക്ക് അഭിമാനത്തോടുകൂടി ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വന്തം വീടിന്റെ വേലിയോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലൊരു കിണർ കുത്താനോ നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ നമ്മൾ മനുഷ്യരാണ്. നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ജീവിത ചുറ്റുപാടുകളിലുള്ള നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ഇന്ന് മറന്നു പോകുന്നു. അടുക്കളയിൽ അമ്മയെ ഒന്ന് ചെന്ന് സഹായിച്ചു കൊടുത്താൽ ജീവിതത്തിൽ നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോൾ ഞാൻ ഓഫീസിൽ കളക്ടറുടെ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും. തൊട്ട് അപ്പുറത്തെ മുറിയിൽ രാത്രി 12 മണിയായാലും ഉറങ്ങാൻ കഴിയാത്ത അമ്മയെ ഒരു നിമിഷം ഒന്ന് സഹായിക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈകൾ ഉയർന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളുടെ മക്കൾ ഒരിടത്തും എത്തിപ്പെടാതെ ഇരിക്കുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതുപോലെ വായനയുടെ ലോകത്തേക്ക് നിങ്ങൾ ഓരോ ദിവസവും കുഞ്ഞുങ്ങളെ പരിശീലനത്തിലൂടെയാണ് ഒരു കുട്ടി വലിയൊരു നിലയിൽ അറിയപ്പെടുന്നത്. പരിശീലനമാണ് എല്ലാവരും. ഒരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളും ലോകത്തിന്റെ നെറുകയിലൂടെ നടന്നു നീങ്ങുന്നത്. ആ സൈക്കിൾ എങ്ങനെ നമ്മൾ ചവിട്ടാൻ പഠിക്കാൻ പരിശ്രമിക്കുന്നുവോ, ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധ്യമാകുന്നുവോ എന്ന് പറയുന്നത് പോലെ തന്നെ ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ വലിയ വലിയ പരിശീലനങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണം. ധാരാളം പുസ്തകങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വായിക്കാൻ വാങ്ങിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യമേ തന്നെ എബ്രഹാം ലിങ്കന്റെയും തോമസ് ആൽവാ എഡിസന്റെയും അല്ലെങ്കിൽ വലിയ വലിയ പുസ്തകങ്ങളല്ല നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ അവർക്ക് ചെറിയ ചെറിയ കഥകളിലൂടെ വായനയിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടുപ്പിക്കുക. ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ ജീവിതത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നല്ലൊരു മനുഷ്യനായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാറാൻ കഴിയും. തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ പരിഗണിക്കാൻ കഴിയുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നതും ലോകത്തിലെ ഏറ്റവും വലിയ കഴിവ് തന്നെയാണ്. നമുക്കറിയാം, ജീവിതത്തിൽ എത്രയെത്ര വലിയ നേട്ടങ്ങളും എത്രയെത്ര വലിയ കാര്യങ്ങളും ഒക്കെ നമ്മൾ നേടിയാലും നമ്മൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനാണ് ഉസൈൻ ബോൾട്ട്.
ഉസൈൻ ബോൾട്ട് എന്ന് പറയുന്ന ഓട്ടക്കാരൻ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊപ്പം ഓടിയെത്താൻ പലർക്കും കഴിയാതെ പോകാറുണ്ട്. എന്നും വിജയം അദ്ദേഹത്തിൻ്റെത് മാത്രമായിരുന്നു. പക്ഷേ കൂടെ ചിലർ ഓടും, അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ഇത്രയും വലിയ ഓട്ടക്കാരനായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ ഓടാൻ ചിലർ മനസ്സ് കാണിക്കുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വേഗത ഒന്ന് അല്പം കുറഞ്ഞാൽ ഓടി മുന്നിലെത്തി നാളെ അവൻ ചരിത്രത്തിന്റെ ഭാഗമാകും. അതുകൊണ്ടാണ് കൂടെ ഓടാൻ അത്രയേറെ വാശി എല്ലാവർക്കും ഉണ്ടാകുന്നത്. പിന്നെ ഒരു കാര്യം ഉള്ളത്, കൂടെ ഓടാൻ ചിലർ ഉണ്ടായിരുന്നു എന്ന ഒരു ഓർമ്മയും നമ്മുടെ മനസ്സിലുണ്ടാകണം. കൂടെ ചിലർ ഓടാൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അടയാളപ്പെടുത്തുന്നത്. നമ്മൾ എത്രയൊക്കെ വിജയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയാലും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കൂടെ ഓടാൻ ചിലർ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കടന്നു പോകുന്ന വഴികളിൽ നമ്മളെ സഹായിച്ചവരെയും ചേർത്ത് നിർത്തിയവരെയും ഒക്കെ കൂടെ ചേർത്ത് നിർത്തി ഓർമ്മകളിൽ ഉണ്ടാകും. നമ്മൾ ഒരുപാട് ഉയരങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചില ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ അകന്നു പോകും. പക്ഷെ ആ ബന്ധങ്ങളെയൊക്കെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ച് നമുക്ക് കടന്നു പോകാനായിട്ട് കഴിയണം. ഒരു ചെറിയൊരു കവിത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അതായത്, കാലമെന്തോ കരുതി വെച്ചിരിക്കുന്നു, കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മാനസം. ആട്ടി ഓടിച്ചവർക്കൊക്കെ അകന്നൊന്നിട്ട് ആട്ടുതൊട്ടിലിൽ കൊണ്ടേയിരുത്തിടും. കൂട്ടുകാരാ ക്ഷമിക്കെന്നോതി നിൻ പാട്ടുമൂളി പലവുരി വാഴ്ത്തിടും. പങ്കുവച്ചൊരു ആശയമൊക്കെയും ഭ്രാന്തമെന്ന് പറഞ്ഞവർ വാക്കുകളാൽ പൂക്കളം നിറച്ചിടുന്ന നിന്റെ വാതുക്കൽ വന്നു നിൽക്കുന്ന നാൾ വരും. കാറ്റു ചൊല്ലുന്നു കാതോരമെഴുതും. കാലമെന്തോ കരുതി വെച്ചിരിക്കുന്നു, കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മാനസം. കാലം നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ മനസ്സ് പറയുകയാണ്. ആട്ടി ഓടിച്ചവർക്കൊക്കെ അകന്നൊന്നിട്ട്, നമ്മളെ പല സ്ഥലങ്ങളിൽ നിന്ന് ആട്ടി ഓടിച്ചവർക്കൊക്കെ മനം നൊന്നിട്ട് അല്ലെങ്കിൽ അവരുടെ ഉള്ളു നൊന്നിട്ട് ആട്ടുതൊട്ടിലിൽ കൊണ്ട് ഇരുത്തിടും. കൂട്ടുകാരാ ക്ഷമിക്കുക എന്നോതി നിൻ പാട്ടുമൂളി പലവുരി വാഴ്ത്തിടും. കൂട്ടുകാരാ ക്ഷമിക്കുക, അന്ന് അങ്ങനെ എനിക്ക് സംഭവിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരാ ക്ഷമിക്കുക എന്നോതി നിൻ പാട്ടുമൂളി പലവുരി വാഴ്ത്തിടും. പങ്കുവെച്ചൊരു ആശയമൊക്കെയും, നമ്മൾ പങ്കുവെച്ച കുറേ ആശയങ്ങളുണ്ട് കുടുംബത്തിൽ. ആ പങ്കുവെച്ച ആശയങ്ങളൊക്കെയും ഭ്രാന്തമെന്ന് പറഞ്ഞ് കളിയാക്കിയവർ ഒരു നാൾ നമ്മളെ ജീവിതത്തിലേക്ക് ചേർത്ത് തരും. കാറ്റ് ചൊല്ലുന്നു കാതോരമെഴുതും. ഒരു കാറ്റ് വന്ന് നമ്മളോട് പറയുന്നത് പോലെ ഇതൊക്കെ എന്നും നമ്മുടെ മനസ്സിലുണ്ടാകണം. ജീവിതത്തിൻ്റെ നല്ല വഴികളെല്ലാം വെട്ടി തുറന്നുകൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളിലേക്ക് ദൃഢമാകതയും ആരോഗ്യവും ഒക്കെയുള്ള നല്ല കുടുംബാന്തരീക്ഷമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം. നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കൂടുമ്പോൾ ഇമ്പമുള്ള ആ കുടുംബം ഇനിയും ഒരുപാട്, ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി 100 വർഷത്തോളമുണ്ട് ആ ബന്ധത്തിൻ്റെ ദൃഢത. നമുക്കറിയാം 100 വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. മറ്റു പലരുമായിരിക്കും നമ്മുടെ വീടിനുള്ളിൽ ജീവിക്കുന്നത്. നമ്മൾ താമസിച്ച പറമ്പിൽ ചിലപ്പോൾ ആ വീട് ഇടിച്ചു നിരത്തിയിട്ട് അവിടെ മറ്റു പലരുമായിരിക്കാം വീട് നിർമ്മിച്ച് അവിടെ ജീവിക്കുന്നത്. ഈ കടന്നു പോകുന്ന വഴികളിൽ നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരായിരിക്കാം പിന്നീട് നടന്നു പോകുന്നത്. നമ്മുടെ ഒരു ചെറിയ ഓർമ്മ പോലും ഈ ലോകത്ത് ബാക്കി വെക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നാണ് പലരും പല അടയാളപ്പെടുത്തലുകളും നടത്തിയിരിക്കുന്നത്. ഗാന്ധിജിയുടെ ജീവിതത്തിലാണേലും, നെഹ്റുവിൻ്റെ ജീവിതത്തിലാണേലും, എബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തിലാണേലും, തോമസ് ആൽവാ എഡിസന്റെ ജീവിതത്തിലാണേലും, എന്തിനേറെ പറയണം നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സാറിൻ്റെ ജീവിതത്തിലാണെങ്കിൽ പോലും 24 മണിക്കൂർ മാത്രമേ ദൈവം അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ. ആ 24 മണിക്കൂറിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കാണിക്കുന്ന ഗട്സാണ് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നാളെ ലോകത്തിലേക്ക് അറിയപ്പെടുന്നവരായി മാറുന്നത്. ഇനിയൊരു വേദി ഇതുപോലെ ഉണ്ടാകാനിടവരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നാളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരുന്ന ഒരാൾ ഈ വേദിയിൽ ഉണ്ടാവട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരവും ഇവിടെ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും സംസാരിക്കുവാനും ഒക്കെ അവസരം തന്നതിന് വട്ടത്തറ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളോടും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ.